അതിർത്തികളിൽ വീണ്ടും പാകിസ്ഥാന്റെ ആക്രമണം. ജമ്മുവിലും സാംബയിലും പത്താൻകോട്ടും പാക് ഡ്രോൺ ആക്രമണം. പാക് ഡ്രോണുകളെ ഭാരതം തകർത്തു. അതിർത്തിയിൽ ശക്തമായ വെടിവെപ്പും ഷെല്ലിങ്ങും തുടരുകയാണ്. ഭാരതം അതിശക്തമായി തിരിച്ചടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും വാർത്തകളുമാണ് പുറത്തേക്ക് വരുന്നത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിലേക്ക്. വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമ്മു, സാംബ, പത്താൻകോട്ട് സെക്ടറുകളിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അതിശക്തമായി നമ്മുടെ സൈന്യം തിരിച്ചടിക്കുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം അവിടെ നിന്ന് പുറത്തു വരുന്നു. ഏറ്റവും പുതിയ വിവരം എന്താണ്? നീലിമ, തുടർച്ചയായ രണ്ടാമത്തെ രാത്രിയിലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. ജമ്മു മേഖലയിലാണ് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണത്തിന് ഒരു ശ്രമം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യം സാംബയിൽ ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സിസ്റ്റം അതിനെ കൃത്യമായി തന്നെ ആകാശമാർഗം പ്രതിരോധിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള വലിയ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇന്ന് ഇതുവരെ ഈ സമയം വരെ ഉണ്ടാകുന്നില്ല. ഇന്നലത്തെ ഈ സമയത്താണെങ്കിൽ പല സ്ഥലങ്ങളിലായി ജമ്മു കാശ്മീരിന് അപ്പുറത്തേക്ക് പഞ്ചാബിലും രാജസ്ഥാന്റെയും ഒക്കെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ ആക്രമണങ്ങളും ഏതാണ്ട് 300-നും 400-നും ഇടയിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാൻ ഈ സമയം നടത്തിയിരുന്നു. പക്ഷേ അതിനെയെല്ലാം അതിവിദഗ്ധമായി ഭാരതത്തിന്റെ സൈന്യം പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നും സമാനമായ രീതിയിലുള്ളൊരു പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഡ്രോണുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രാജസ്ഥാനിലും പഞ്ചാബിലും ഒന്നും തുടർച്ചയായി ഡ്രോണുകൾ വരുന്നില്ല. സാംബ സെക്ടറിലാണ് ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടൊരു ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചത്. അത് അവിടെ വെച്ച് തന്നെ ഭാരതത്തിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായി തന്നെ തകർത്തിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാണ്. അതേസമയം കനത്ത വെടിനിർത്തൽ കരാർ ലംഘനം, കനത്ത ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൂഞ്ച് സെക്ടറിലും അതോടൊപ്പം തന്നെ രജൌരി സെക്ടറിലുമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുകയും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഷെല്ലിംഗ് നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ശക്തമായ ഭാഷയിൽ ഭാരതവും പ്രത്യാക്രമണം അതിർത്തി മേഖലകളിൽ നടത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റുകൾ, പാക് റേഞ്ചേഴ്സിന്റെ സേനാ പോസ്റ്റുകൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് ഭാരതം ശക്തമായ രീതിയിൽ മറുപടി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ 16ഓളം പേർ മരണപ്പെട്ടിരുന്നു. സാധാരണക്കാരാണ് മരണപ്പെട്ടത്. ഇന്നിപ്പോൾ 2 കുട്ടികൾ കൂടി പൂഞ്ച് സെക്ടറിൽ മരണപ്പെട്ടിരിക്കുകയാണ്. പൂഞ്ചിലെ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിന് നേരെയും പാകിസ്ഥാൻ ഇന്ന് ഷെല്ലാക്രമണം നടത്തി. ഈ ആക്രമണത്തിലാണ് 2 സ്കൂൾ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുള്ളത്. ഈ സ്കൂളിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. അതിനാൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പരിസരത്ത് നിന്നിരുന്ന 2 കുട്ടികളാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. നീലിമ, ഗൗതം, ഇപ്പോൾ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയുടെ ഒമർ അബ്ദുള്ളയുടെ ഒരു ട്വീറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്ന കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒമർ അബ്ദുള്ള. അദ്ദേഹം വീട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നിരവധി വെടിയൊച്ചകളും സ്ഫോടന ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ആളുകൾ സുരക്ഷിതരായി ഇരിക്കണമെന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുകയാണ്. പുറത്തു നിൽക്കുന്നവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഏതാനും മണിക്കൂറുകളെങ്കിലും മാറി നിൽക്കണം എന്ന ഒരു അഭ്യർത്ഥന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അതായത് അവിടെ സ്ഥിതിഗതികൾ അത്ര ശുഭകരമല്ല എന്നതല്ലേ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് കൂടി സൂചിപ്പിക്കുന്നത്? അതിലും അതുതന്നെയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പോസ്റ്റ് സൂചിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ജമ്മുവിൽ നിന്നും കശ്മീരിൽ നിന്നും പുറത്തു വരുന്ന ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. അതായത് ജമ്മു കാശ്മീരിൻ്റെ ഏത് ഭാഗത്തും ആക്രമണത്തിന് പാകിസ്ഥാൻ തുനിയുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. നിലവിൽ ജമ്മുവിലും സാംബയിലുമൊക്കെ ബ്ലാക്ക് ഔട്ടാണ്. മാത്രമല്ല അപായ സൈറനുകൾ ഈ ജമ്മു കാശ്മീരിലെ പല നഗരങ്ങളിലും മുഴങ്ങുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പുറത്ത് ഇറങ്ങി നടക്കുന്ന ആളുകളോട് എത്രയും പെട്ടെന്ന്
വീടുകളിലേക്കും മറ്റും കയറണം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി മാത്രമല്ല ഇത് പകൽ സമയത്ത് സുരക്ഷാ സേന തന്നെ നൽകിയിരുന്നു. അതിനാലാണ് ഈ ബ്ലാക്ക് ഔട്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ ജമ്മു റീജിയനിലാണ് ഇത് കൂടുതലായി എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. കാരണം ജമ്മു ഒരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്. അതിനാൽ തന്നെ പാകിസ്ഥാന്റെ കടുത്ത ആക്രമണങ്ങൾ, ഒരുപക്ഷെ പാകിസ്ഥാൻ വലിയ ഒരു ആക്രമണം ലക്ഷ്യമിടുന്നത് പോലും ജമ്മു നഗരത്തിലോ അല്ലെങ്കിൽ ജമ്മുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലോ ആകും. ഒരുപക്ഷെ ശ്രീനഗർ പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമിടാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതിനാൽ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഈ ജമ്മു റീജിയണിലാണ് സൈന്യം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ജമ്മു നഗരം പൂർണ്ണമായിട്ട് തന്നെ ബ്ലാക്ക് ഔട്ടിൽ ആയിരിക്കുന്നു. അതുപോലെ തന്നെ അപായ സൈറനുകൾ ഇപ്പോൾ പല സ്ഥലത്തായി ജമ്മു കാശ്മീരിന്റെ പല ഭാഗങ്ങളിലായി മുഴങ്ങുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഏതാണ്ട് 300-നും 400-നും ഇടയിൽ ഡ്രോണുകൾ പറത്തിക്കൊണ്ട് ഭാരതത്തിലെ 34ഓളം സ്ഥലങ്ങളിൽ ആക്രമണം നടത്താനൊരു വലിയ പദ്ധതി ഇട്ടിരുന്നു. പക്ഷേ ആ പദ്ധതി പൂർണ്ണമായി തന്നെ പൊളിച്ചു കളയുന്ന രീതിയിലുള്ള പ്രതിരോധമാണ് ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനാൽ തുടർച്ചയായ രണ്ടാമത്തെ രാത്രിയിലും ചില പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അസ്വസ്ഥതയുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്ലാമാബാദും പാകിസ്ഥാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ പൂഞ്ച് സെക്ടറിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഷെല്ലാക്രമണമാണെങ്കിലും ഇപ്പോൾ ഈ ജമ്മു മേഖലയിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ പറത്തുന്നതാണെങ്കിലും ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു എന്നുള്ളതാണ്. ഗൗതം, ഇപ്പോൾ വരുന്ന പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് എല്ലാ പാക് ഡ്രോണുകളും ന്യൂട്രലൈസ് ചെയ്തു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ കാര്യക്ഷമമായി അവരുടെ രണ്ടാമത്തെ ദിവസത്തെ നീക്കവും അങ്ങേയറ്റം പരാജയപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ സൈറൺ മുഴങ്ങുകയാണ് ശ്രീനഗറിലും. അത്തരത്തിൽ ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ശ്രീനഗറിൽ കൂടി ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണത്തിനുള്ളൊരു സാധ്യത ഉണ്ട് അല്ലേ? നിലവിൽ ഈ അപായ സൈറനുകൾ ജമ്മു കാശ്മീരിലെ പല നഗരങ്ങളിലും മുഴങ്ങുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നു എന്നതിലുപരിയായി ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ പൊതുവെ നിരത്തിലിറങ്ങി നടക്കുകയും അല്ലെങ്കിൽ അനാവശ്യമായി റോഡുകളിലൂടെ നടക്കുകയും ഒക്കെ ചെയ്തത് ഒഴിവാക്കുക എന്ന ലക്ഷ്യവും ഈ ബ്ലാക്ക് ഔട്ടിനും അതോടൊപ്പം തന്നെ സൈറനുകൾ മുഴക്കുന്നതിനുമുണ്ട്. അതിൽ ഉപരിയായി തുടർച്ചയായി ആക്രമണം ഉണ്ടാകുക എന്ന ലക്ഷണം മാത്രമല്ല. അപ്പോൾ ശ്രീനഗർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും ജമ്മു നഗരങ്ങളിലും എല്ലാം ജാഗ്രതാ നിർദ്ദേശം സൈന്യം പകൽ തന്നെ നൽകിയിരുന്നു. ഇന്നിപ്പോൾ രാത്രിയിൽ ബ്ലാക്ക് ഔട്ടും അതോടൊപ്പം തന്നെ സൈറനുകളും ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങുകയാണ്. എന്തായാലും ഇന്ന് ഈ ഡ്രോണുകൾ കൊണ്ടുള്ള ആക്രമണം ഇന്നത്തെ ദിവസവും വില പോകുന്നില്ല. ജമ്മുവിലും സാംബയിലുമൊക്കെ ഡ്രോണുകൾ പറത്തിക്കൊണ്ട് വലിയ ഭീഷണി ഉയർത്തുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിന് കനത്ത മറുപടി ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ആകാശമാർഗം തന്നെ ഈ ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഡ്രോണുകളെ പൂർണ്ണമായി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായ രണ്ടാമത്തെ രാത്രിയിലും പാകിസ്ഥാൻ ഭാരതത്തിന് മുന്നിൽ പരാജയപ്പെടുന്നു എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ഗൗതം, നമ്മളിപ്പോൾ നൽകുന്ന ദൃശ്യങ്ങൾ അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ഡ്രോണുകളെ നിലംപരിശാക്കുന്ന മനോഹര കാഴ്ചയാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളിൽ ഉള്ളത്. നിലിമ, സാംബയിൽ കടന്നു വന്ന പാകിസ്ഥാന്റെ ഡ്രോണുകളെ ഭാരതത്തിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ആകാശമാർഗത്തിൽ വെച്ച് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെയും സമാനമായ രീതിയിലുള്ള കാഴ്ചകൾ ആകാശത്ത് കാണാൻ കഴിഞ്ഞിരുന്നു. അത് ജമ്മുവിൽ മാത്രമായിരുന്നില്ല, രാജസ്ഥാനിലെ ജയ്സൽമീറിലും അതുപോലെ തന്നെ പഞ്ചാബിലെ അതിർത്തി പ്രദേശങ്ങളിലും എല്ലാം പാകിസ്ഥാൻ ഇന്നലെ വലിയ തോതിലുള്ള ആക്രമണ പദ്ധതി തയ്യാറാക്കിയിരുന്നു. മാത്രമല്ല ഇന്നലത്തെ രാത്രിയിൽ വ്യോമമാർഗമുള്ള നേരിട്ടുള്ള തിരിച്ചടിക്കും പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു എന്നതാണ്. ഇന്ന് വൈകുന്നേരം നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിലും അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അതായത് പാകിസ്ഥാൻ പലതവണ ഇന്നലെ ഭാരതത്തിന്റെ വ്യോമ അതിർത്തി ലംഘിക്കുകയും ഭാരതത്തിനകത്ത് ഒരു എയർ സ്ട്രൈക്കിനുള്ള ശ്രമമൊക്കെ പാകിസ്ഥാൻ നടത്തിയിരുന്നു. ആ ദൗത്യവുമായി വന്ന 3 പാകിസ്ഥാൻ പോർ വിമാനങ്ങളാണ് ഭാരതത്തിന്റെ സൈന്യം ഇന്നലെ വെടിവെച്ചിട്ടത്. ഒന്ന് F-16 ആണ്, അത്യാധുനിക
വിമാനം രാജസ്ഥാനിലെ ജയ്സർമീറിലും മറ്റ് 2 ജമ്മുവിലും ഭാരതത്തിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ റഡാറിൽ പെടുകയും പിന്നീട് അതിനെ 2 വിമാനങ്ങൾ J-17 എന്ന ചൈനീസ് നിർമ്മിത വിമാനവും ഭാരതം വെടിവെച്ച് വീഴ്ത്തിയിരുന്നു അല്ലെങ്കിൽ തകർത്തിരുന്നു. അപ്പോൾ ഇന്നലെ വ്യോമാതിർത്തി കടന്നുകൊണ്ടുള്ള വലിയ ആക്രമണത്തിന് പാകിസ്ഥാന്റെ പോർവിമാനങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചു. അതിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചു. ഒപ്പം ഡ്രോണുകളെയും കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇന്നലത്തെ ദിവസം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഒരുപക്ഷെ ഇന്നും ചില പരീക്ഷണം പാകിസ്ഥാൻ നടത്തിയതാകാം. കാരണം ഇന്നലത്തേതുപോലെയുള്ളൊരു വലിയ അറ്റാക്ക് അല്ല ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. മറിച്ച് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പാക് ഡ്രോണുകളുടെ ഈ സെക്കൻഡ് വേവിൽ അവർ ലക്ഷ്യമിട്ടത് 7 കേന്ദ്രങ്ങളാണ്. 7 കേന്ദ്രങ്ങളിൽ പാക് ഡ്രോണുകൾ ആക്രമണം നടത്തി. അതിനെല്ലാം നിർവീര്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ നമ്പർ കൂടി വരികയാണ് എന്നതാണ് ഈ നിമിഷം നൽകാവുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ രാത്രിയിലും അപ്പോൾ പാകിസ്ഥാൻ തുടർച്ചയായി പല സ്ഥലങ്ങളും ലക്ഷ്യമിടുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ ഉണ്ടായതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് അതിലൂടെ നൽകാൻ കഴിയുന്ന സന്ദേശം എന്നത്. ഒരുപക്ഷെ ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ഇന്നത്തെ ദിവസം ഭാരതത്തിന്റെ പ്രതികരണം എങ്ങനെയാകും എന്നത് സംബന്ധിച്ചുള്ള ഒരു പരീക്ഷണമാകാം ഈ സാംബയിലും അതോടൊപ്പം തന്നെ ജമ്മുവിലുമൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം അറിയാൻ. എന്തായാലും ശക്തമായ പ്രത്യാക്രമണം രാഷ്ട്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നും ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും അതോടൊപ്പം തന്നെ കൂടിയാലോചനകളും ഉണ്ടായിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് 3 സേനാ മേധാവികളുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുമായും അതോടൊപ്പം തന്നെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗുമായും അതുപോലെ നാവികസേനയുടെ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനും പ്രതിരോധ മന്ത്രിയെ കണ്ടു. കൂടാതെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന്റെ കൃഷ്ണമേനോൻ മാർഗിലെ വസതിയിൽ വിളിച്ചു ചേർത്തിരുന്നു. ആഭ്യന്തരമന്ത്രിക്കൊപ്പം IB-യുടെ ചീഫും അതുപോലെ തന്നെ CISF-ന്റെയും BSF-ന്റെയും തലവന്മാരും DG-മാരുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത്. അങ്ങനെ ഇന്നത്തെ ദിവസവും ഡൽഹിയിൽ സംഭവബഹുലമായ നീക്കങ്ങൾ നോർത്ത് ബ്ലോക്കും സൗത്ത് ബ്ലോക്കും കേന്ദ്രീകരിച്ച് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകോപനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയതിന് സമാനമായ രീതിയിലുള്ള മറുപടി നൽകും എന്നത് തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ ജമ്മുവിൽ നിന്നും പറന്നുയർന്ന് പിന്നീട് വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ലാഹോർ അതോടൊപ്പം തന്നെ സിയാൽകോട്ട് തുടങ്ങിയ നഗരങ്ങളിൽ ഇസ്ലാമാബാദ് തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ഭാരതം ഇന്നലെ കരുത്ത് തെളിയിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പോർമുഖം തുറക്കുന്ന കാഴ്ച നമ്മൾ ഇന്നലത്തെ രാത്രി കണ്ടതാണ്. അതിൽ ലാഹോറിലാണ് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ പൂർണ്ണമായി തകർത്തുകൊണ്ടുള്ള ഒരു സ്ട്രൈക്ക് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ലാഹോർ നഗരത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും ഇങ്ങോട്ട് പ്രകോപനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതേ ഭാഷയിലുള്ള മറുപടി തിരിച്ചുണ്ടാകുമെന്ന കൃത്യമായ സന്ദേശം ഭാരതം കഴിഞ്ഞ 2-3 ദിവസമായി കഴിഞ്ഞ ഏതാണ്ടൊരു 40-50 മണിക്കൂറുകളിലായി പാകിസ്ഥാന് നൽകുകയാണ്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും പ്രകോപനം തുടരുകയാണ്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് സാംബയിൽ ഉൾപ്പെടെ ഡ്രോണുകൾ പറത്തിക്കൊണ്ടുള്ള ഒരു പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒപ്പം വലിയ തോതിലുള്ള ഷെല്ലാക്രമണം അതിർത്തിയിൽ നടത്തുന്നു. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് പൂഞ്ച് സെക്ടറിൽ തന്നെയാണ്. നിരവധി ഭവനങ്ങൾ സാധാരണക്കാരുടെ വീടുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. 18ഓളം പേർ ഇതിനകം മരണപ്പെട്ടു. 2 കൊച്ചുകുട്ടികളും ഇന്നത്തെ ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. സൈനികർ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. ഇതേ ഭാഷയിൽ ശക്തമായ മറുപടി BSF-ഉം അതോടൊപ്പം തന്നെ സൈന്യവും ആർമിയും ചേർന്നുകൊണ്ട് അതിർത്തിയിൽ നടത്തുകയാണ്. ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ ഈ അതിർത്തി രക്ഷാ സേനയായിട്ടുള്ള പാക് റേഞ്ചേഴ്സിന്റെ പട്ടാളക്കാരുൾപ്പെടെ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും അതിർത്തി ഇപ്പോഴും കലുഷിതമായി തന്നെ തുടരുകയാണ്. ഭാരതവും പാകിസ്ഥാനും കൂടുതൽ വിവരങ്ങൾ സമാഹരിക്കുക. ഇപ്പോൾ ജിഷ്ണു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, സാംബയിൽ നിന്നാണ് പാക് പ്രകോപനത്തിന്റെ ആദ്യ വാർത്ത വരുന്നത്. ഏതാണ്ട് ഒരു 1-1.5 മണിക്കൂർ മുമ്പ് സാംബയിൽ നിന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഈ സാംബയിൽ ആദ്യം നടന്നത് വെടിവയ്പ്പാണ്. അത് പിന്നീട് അവിടെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. സാംബയിൽ നിന്നും വൻ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതിർത്തിയിൽ 7 കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ.
ഈ ഡ്രോൺ ആക്രമണങ്ങളെ മുഴുവൻ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കുന്ന മനോഹര ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് അതിർത്തിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? അതിശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ നടത്തിയതിന് സമാനമായി ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമമാണ് ഭാരതത്തിന് മേൽ നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ജമ്മു സെക്ടറിൽ സാംബ മേഖലയിലും ഒപ്പം ജമ്മു കാശ്മീർ പഞ്ചാബ് മേഖലയിൽ പത്താൻകോട്ടിലുമാണ് ഇത്തരത്തിൽ നിരവധി തവണ ഡ്രോണുകൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ കൃത്യമായി ഈ ഡ്രോണുകൾ തകർത്തിട്ടുണ്ട്. സാംബ മേഖലയിൽ അതിശക്തമായിട്ടുള്ള സ്ഫോടനങ്ങൾ, ഈ ഡ്രോണുകൾ തകർക്കുന്നതുൾപ്പെടെയുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഒപ്പം പ്രതിരോധ വൃത്തങ്ങളും ലഭ്യമാകുന്ന നിലവിൽ നമുക്ക് നൽകി വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ ഇനിയും മതിയായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ ഇതിന് സമാനമായി ഇതേ തരത്തിലുള്ള പ്രകോപനമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത്. പാകിസ്ഥാന്റെ ഒരു ഡ്രോണും ഒരു മിസൈലും പോലും ഭാരതത്തിൽ നാശനഷ്ടമുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാന് കനത്ത തിരിച്ചടി തലസ്ഥാന നഗരമായിട്ടുള്ള ഇസ്ലാമാബാദിലും ലാഹോറിലും ഉൾപ്പെടെയും കഴിഞ്ഞ രാത്രി ഭാരതം നൽകുകയും ചെയ്തു. അതിൽ നിന്ന് പാഠം പഠിക്കാതെയാണ് വീണ്ടും ഇത്തരത്തിൽ അതിർത്തി മേഖലയിൽ പ്രകോപനവുമായി പാകിസ്ഥാൻ എത്തിയിട്ടുള്ളത്. പാകിസ്ഥാൻ ഡ്രോണുകളാണ് ജമ്മുവിൽ സാംബ മേഖലയിലും ഒപ്പം പത്താൻകോട്ടിലും പഞ്ചാബ് പത്താൻകോട്ട് മേഖലകളിലും എത്തിയിട്ടുള്ളത്. ഇവിടങ്ങളിൽ പത്താൻകോട്ടിനെ സംബന്ധിച്ച് വലിയ സൈനിക താവളങ്ങൾ ജമ്മു കാശ്മീരിനെ ബാക്കപ്പ് ചെയ്തുകൊണ്ട് അത്യാധുനിക യുദ്ധോപകരണങ്ങളും ഒപ്പം സൈനിക യൂണിറ്റുകളുമുള്ള മേഖലയാണ് പത്താൻകോട്ട് എന്നുള്ളത്. ആ പത്താൻകോട്ട് മേഖല തുടർച്ചയായി പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ നടന്നിട്ടുള്ള പാകിസ്ഥാന്റെ ഭാഗത്ത് ഡ്രോൺ ആക്രമണം പരിശോധിക്കുമ്പോഴും ജമ്മു സെക്ടറിലും ജയ്സാൽമീറിലും ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയപ്പോഴും പാകിസ്ഥാൻ പത്താൻകോട്ടിന് നേരെ ഇത്തരത്തിൽ വ്യോമാക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു. ഇന്നും അതിന് സമാനമായി ജമ്മുവിൽ സാംബയ്ക്ക് പുറമെ ജമ്മു കാശ്മീരിന്റെ കവാടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കാവുന്ന പഞ്ചാബ് മേഖലയിലെ പത്താൻകോട്ട് സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന മേഖലയ്ക്ക് സമീപത്തേക്കും ഡ്രോൺ ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത്. ജിഷ്ണു, നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് ഈ പറയുന്ന പത്താൻകോട്ട് സെക്ടറിലാണ്. അതുകൊണ്ട് തന്നെയാണ് പത്താൻകോട്ടിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ പാക് ഡ്രോണുകൾ ഇവിടേക്ക് വരുന്നതും അത്തരത്തിൽ വലിയ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നതും. ഇന്നലെ നോക്കൂ, 400 ഡ്രോണാണ് നമ്മുടെ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഒരെണ്ണത്തിനെ പോലും നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങാൻ അനുവദിച്ചില്ല. വളരെ കൃത്യമായി നമ്മുടെ ഡിഫൻസ് സംവിധാനം അതിനെയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ചാരമാക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് പക്ഷേ ഒരു സാമ്പിൾ പോലെ പിന്മാറാൻ ഇവർക്ക് വളരെ കൃത്യമായി അവരുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. സ്വന്തം പാർട്ടിക്കാർ പോലും പ്രധാനമന്ത്രിയെ പാർലമെന്റിൽ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിങ്ങൾ ഭീരുവാണ് എന്നതടക്കം ഒരു MP ഷെഹബാസ് ഷെരീഫിനോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ മുഖം രക്ഷിക്കാനുള്ള ചില നടപടികളുടെ ഭാഗമായി ഇങ്ങനെ ചിലത് പാകിസ്ഥാൻ നടത്തുന്നു എന്നത് മാത്രമല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടതുള്ളൂ. ഇന്നലെ നടത്തിയ അത്ര രൂക്ഷമായ ഡ്രോൺ ആക്രമണം ഇന്നില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ അതിശക്തമായിട്ടുള്ളൊരു ഡ്രോൺ ആക്രമണമാണ് വ്യോമ പാതയിൽ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മിസൈലുകളും ഒപ്പം ഡ്രോണുകളും ഒരുമിച്ച് നിരത്തിക്കൊണ്ട് ജമ്മു കശ്മീരിൽ പ്രത്യേകിച്ച് ജമ്മു സെക്ടറിലും പത്താൻകോട്ടിലും രാജസ്ഥാൻ അതിർത്തിയിൽ ജയ്സാൽമീറിലും കൂടാതെ പഞ്ചാബ് അതിർത്തികളിലും അമൃത്സറിലേക്കും ഒരുപോലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജിഷ്ണു, ഇപ്പോൾ വരുന്ന പുതിയ വാർത്തയനുസരിച്ച് അമൃത്സറിൽ 4 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അവിടെ അതീവ സുരക്ഷ നമ്മൾ ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. അമൃത്സറെ സംബന്ധിച്ച് അങ്ങേയറ്റം സെൻസിറ്റീവായ ഒരു പ്രദേശം കൂടിയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അവിടെ 4 ബ്ലാസ്റ്റ് ഉണ്ടായി, 4 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ അമൃത്സർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് അമൃത്സർ, പത്താൻകോട്ട്, ഗുർദാസ്പൂർ, സാംബ തുടങ്ങിയിട്ടുള്ള സാംബയ അടക്കമുള്ള ജമ്മു മുഴുവൻ സെക്ടറും കൂടാതെ പത്താൻകോട്ട്, അമൃത്സർ, ഗുരുദാസ്പൂർ മേഖലകളിലാണ് ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ മേഖലകളിൽ പാകിസ്ഥാന്റെ ഭാഗത്തുള്ള
ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അമൃത്സറിൽ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട്. അത് ആ സ്ഫോടന ശബ്ദം ഇത് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഡ്രോണുകൾ തകർത്ത ശബ്ദമാണ് കേട്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അമൃത്സർ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നും പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട്. വളരെ ശക്തമായി ഈ ഡ്രോൺ ആക്രമണത്തെയും മിസൈലുകളെയും പ്രതിരോധിക്കാൻ ഭാരതത്തിന് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതിരോധ നിരയെ സംബന്ധിച്ച് ഏറ്റവും വിജയകരമായിട്ടുള്ള കാര്യം. അതല്ലെങ്കിൽ വലിയ കനത്ത നാശനഷ്ടം തന്നെ ഭാരതത്തിന് ഉണ്ടാക്കാൻ പോകുന്ന അക്രമമാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാത്രിയുമായി ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അതിശക്തമായി പ്രതിരോധിക്കുന്നതിന് ഭാരതത്തിന് നിലവിൽ സാധിക്കുന്നുണ്ട്. S-400 ഉൾപ്പെടെ സുദർശന ചക്രം ഉൾപ്പെടെ നിരവധി അതിശക്തവും അത്യാധുനികവുമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഭാരതം അതിർത്തി മേഖലയുടെ ഉടനീളം സജ്ജമാക്കിയിട്ടുള്ളത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഭാരതം നൽകിയിട്ടുള്ള തിരിച്ചടിയിൽ നിന്ന് ഇനിയും പാഠം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ജമ്മു സെക്ടറിൽ സാംബ ഉൾപ്പെടെയുള്ള മേഖല, പത്താൻകോട്ട്, അമൃത്സർ ആ മേഖലകളിലാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒപ്പം കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇന്നലെ ഡ്രോൺ ആക്രമണത്തിന് പിറകെയും ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിർത്തിയിൽ നിന്ന് മിസൈൽ വർഷിക്കാനും പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. ആ F-16 യുദ്ധവിമാനം ഉൾപ്പെടെ പാകിസ്ഥാന്റെ പക്കലുള്ള F-16 കൂടാതെ FJ-17 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ ഭാരതം വെടിവെച്ച് തകർക്കുകയും ചെയ്തിരുന്നു. അതിന് സമാനമായി ഇന്നും ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മിസൈൽ ആക്രമണത്തിനും പാകിസ്ഥാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്.